السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كتب عليكم القتال وهو كره لكم وعسى أن تكرهوا شيئا وهو خير لكم وعسى أن تحبوا شيئا وهو شر لكم والله يعلم وأنتم لا تعلمون. അല്ലാഹുവിന്റെ മുമ്പിൽ മരണാനന്തരം പരലോകത്ത് തൃപ്തികരമായി നിൽക്കുവാനും അവന്റെ തൃപ്തി സമ്പാദിക്കുവാനും പറ്റുന്ന രൂപത്തിൽ ഈ ലോകത്ത് മരണം സംഭവിക്കുന്നതിന് മുമ്പായി നമ്മളെല്ലാവരും ഏറ്റവും നല്ലവരായി ഈമാനും ഭക്തിയും പൂർണ്ണമായി സംഭരിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ സ്വയം നന്നാക്കിയെടുക്കുക എന്ന വിഷയത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ നമ്മുടെ ബുദ്ധിയും മനസ്സും എങ്ങനെയൊക്കെയാണ് നന്നാക്കൽ വിഷയത്തിൽ പങ്കാളികളാവുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ബുദ്ധിക്ക് ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അറിവുകളും അനുഭവങ്ങളും ശേഖരിക്കാൻ സാധിക്കും. എന്നാൽ ഒരു മനുഷ്യൻ എന്ന നിലക്ക്, പ്രത്യേകിച്ച് ഒരു മുസ്ലിം എന്ന നിലക്ക് അതിനേക്കാൾ ഏറെ പ്രാധാന്യം ജീവിതത്തിൽ നമ്മുടെ മനസ്സിനാവുന്നു എന്നത് നാം പ്രത്യേകം അനുസ്മരിക്കുകയുണ്ടായി. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും എപ്പോഴും ശരിപ്പെടുത്തുവാനും ഇസ്ലാഹ് ഉണ്ടാക്കുവാനും നമ്മുടെ മനസ്സ് എങ്ങനെയിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും സംഭവിക്കുക. അതുകൊണ്ട് തന്നെ മനസ്സിനെ എപ്പോഴും വൃത്തിയായി ഉടഞ്ഞു പോവാത്ത ഒരു പാത്രം പോലെ സൂക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ശരീരം നമുക്കൊക്കെ പ്രധാനമാണ്. പക്ഷെ ശരീരത്തെ പരിരക്ഷിക്കാൻ ആവശ്യമായി കുറച്ച് നിർദ്ദേശങ്ങളേ ഉള്ളൂ. ഹലാലായത് ഭക്ഷിക്കുക, ശരീരത്തിന് പറ്റുന്നത് ഭക്ഷിക്കുക, അങ്ങനെ 2-3-4 കാര്യങ്ങൾ മാത്രം മതി ശരീരവുമായി അതിന്റെ ജൈവപരമായ പ്രവർത്തനങ്ങളെ സൂക്ഷിക്കാൻ. എന്നാൽ നമ്മൾ പറഞ്ഞ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന മനസ്സിനെ പരീക്ഷിക്കാൻ ധാരാളമായി ഖുർആനും റസൂലുള്ളാഹിയും നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. അതായത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, തനിച്ചാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും തൊഴിൽ സ്ഥലത്താണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഒക്കെ ഈ ഒരു നായകത്വം, നേതൃസ്ഥാനത്ത് മനസ്സിനെ കാണുമ്പോൾ മാത്രമേ എന്റെ മനസ്സ് ശരിയായാൽ എനിക്കൊരു പ്രശ്നവുമില്ല എന്ന ഉറപ്പ് ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്കുണ്ടാക്കിയെടുക്കാം. അതിൽ ഏറ്റവും വലിയ വില്ലനായി നിൽക്കുന്നത് നമ്മുടെ ഒന്നും താല്പര്യങ്ങൾ, നമ്മുടെ പ്ലാനിങ്ങുകൾ നമ്മൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോകുന്നില്ല എന്ന ഒരു പ്രതിസന്ധിയാണ്. മനുഷ്യൻ തകരുന്നതും മനസ്സ് തകരുന്നതും
ജീവിതം അവസാനിക്കുന്നതുമൊക്കെ ആ പ്രതിസന്ധി മൂർച്ഛിക്കുമ്പോഴാണ്. അവിടെ തന്നെയാണ് ആദ്യമായി ഖുർആൻ കൈവെക്കുന്നത്. എന്താണ് എന്റേത്, നമ്മുടേത്, എന്റെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പരിധിയായിട്ട് നമ്മൾ കാണേണ്ടത് ഖുർആൻ തന്നെ ഒരു വലിയ മാനദണ്ഡമാണ് പറയുന്നത്. മനഃശാസ്ത്രപരമായി അതിന്റെ പ്രാധാന്യമുണ്ട്, ഈമാനികമായ ചിന്തയിൽ അതിന്റെ പ്രാധാന്യമുണ്ട്, പ്രായോഗികമായി ഏറെ അനിവാര്യമായ ഒരു സംഗതിയുമാണ്. നിങ്ങൾ ഇഷ്ടപ്പെടാത്ത, തൽക്കാലം ബുദ്ധിമുട്ടാവുന്നു എന്ന് തോന്നുന്ന ഒരു കാര്യം ഭാവിയിൽ നിങ്ങൾക്ക് നന്മയായേക്കാം. മറുഭാഗവും പറയുന്നു, ഇപ്പോഴും നിങ്ങൾ വേണം, കിട്ടണം, ലഭിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട കാര്യം കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അരോചകമായേക്കാം. ഇത് വലിയ ഒരു ദൈവശാസ്ത്ര സംവിധാനമാണ്. അല്ലാഹു മാത്രം സംവിധാനിച്ചിരിക്കുന്ന ഒരു പ്ലാനിംഗ് ആണ്. അത് മനസ്സിലേക്ക് ഇറക്കി വെക്കാൻ കഴിഞ്ഞാൽ പിന്നെ എന്റേത് പരാജയപ്പെട്ടു, അയാൾക്ക് കിട്ടി, എനിക്ക് ലഭിച്ചില്ല എന്നിങ്ങനെയുള്ള ഒരു പരിഭവവും ഉണ്ടാവില്ല. ആ ആയത്ത് സമാപിക്കുന്നത് വളരെ പ്രസക്തമായ ഓർമ്മപ്പെടുത്തലിലാണ്. അല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. പടച്ചവനാണ് എല്ലാം അറിയുന്നത്. നിങ്ങൾക്ക് യോഗ്യതയുണ്ട്, ബിരുദമുണ്ട്, ഡിഗ്രിയുണ്ട്, തൊഴിലുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അറിയില്ല. വളരെ ലളിതമായ ഗൗരവമേറിയ ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ എത്ര നിസ്സഹായനാണ്, നിസ്സാരനാവുന്നു നമ്മളൊക്കെ എന്ന് ഖുർആൻ അടയാളപ്പെടുത്തിയത് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ ഉണ്ടാവാൻ പാടില്ല എന്ന് അല്ലാഹുവാണ് തീരുമാനിക്കുന്നത്. നമുക്കോ മാതാപിതാക്കൾക്കോ ഭാര്യ ഭർത്താക്കന്മാർക്കോ ബന്ധുക്കൾക്കോ അതിൽ ഒരു റോളവുമില്ല. അപ്പോ എനിക്ക് എന്റെ ജീവിതം കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിലേക്ക് എന്നെ എത്തിക്കണം എന്നാണെങ്കിൽ അതിന് പറ്റുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ടാകും. അതേ താല്പര്യം തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത്. ഈ കാണുന്ന എല്ലാവർക്കും ഞാൻ സ്വർഗം കൊടുക്കും, പക്ഷേ വഴികൾ പലതായിരിക്കും. ഒരാൾക്ക് കുറച്ചധികം സമ്പത്ത് കൊടുക്കും, ആ സമ്പത്തിലൂടെ അയാൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള വഴി പടച്ചവൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റൊരാൾക്ക് കുറച്ച് രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊടുക്കുന്നു, അതിലൂടെയും അയാൾക്ക് സ്വർഗത്തിൽ പോവാം. ഒന്നാമനെ പോലെ എനിക്കാവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് രണ്ടാമൻ വിചാരിക്കേണ്ടതില്ല. കാരണം ഓരോരുത്തർക്കും ലക്ഷ്യം പ്രാപിക്കാൻ ആവശ്യമായ വഴി പടച്ചവൻ നിശ്ചയിച്ചിട്ടുണ്ട്. പ്രയാസമുള്ളവൻ ക്ഷമിക്കുകയും സഹനം പാലിക്കുകയും ഈമാൻ ബലപ്പെടുത്തുകയും ചെയ്താൽ അയാൾക്ക് അത് മതി പുണ്യം കിട്ടാൻ. സമ്പത്ത് നേടിയവൻ ധാരാളം സദഖ ചെയ്യുകയും ചെലവഴിക്കുകയും ചെയ്താൽ അയാൾക്ക് അതിലൂടെയും കിട്ടും. ഓരോ മനുഷ്യന്റെയും ജീവിത പശ്ചാത്തലം എന്താണോ, അതിൽ എന്തൊക്കെയാണോ സംഭവിക്കുന്നത്, അതിലൂടെയെല്ലാം അല്ലാഹു നിശ്ചയിച്ച ടാർഗറ്റ്, ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയും. അതാണ് അല്ലാഹുവിനാണ് എല്ലാം അറിയുക, നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ വന്നാൽ അയാൾക്ക് അത് കിട്ടിയല്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള പരിഭവം ആർക്കും ഉണ്ടാവില്ല. അങ്ങനെ പരിഭവപ്പെടുന്നിടത്താണ് മനസ്സ് തകരുന്നത്. അങ്ങനെ 4-5 സംഭവങ്ങൾ ഉണ്ടാവുകയും അവിടെയെല്ലാം നമ്മൾ പിന്നിലാവുകയും മറ്റുള്ളവർ മുന്നിലാവുകയും ചെയ്താൽ അത് പിന്നീട് വലിയ പ്രയാസങ്ങളാകും. മനസ്സംഘർഷമുണ്ടാകും, അനാവശ്യമായ പിരിമുറുക്കമുണ്ടാകും, ചിന്തകൾക്കും ആലോചനകൾക്കും വ്യക്തത കിട്ടുകയില്ല. എന്ത്, എപ്പോഴും, എവിടെ, എങ്ങനെ ചെയ്യണം എന്ന ഒരു കാഴ്ചപ്പാടുണ്ടാവില്ല. അതോടുകൂടെ ജീവിതം തകരുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചിന്ത, അല്ലാഹുവാണ് എന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്, എനിക്കിഷ്ടമില്ലാത്തത് ഭാവിയിൽ നന്മയായിരിക്കും, ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് കുറച്ചു കഴിഞ്ഞാൽ അരോചകമായിരിക്കും എന്ന ഒരു മാനദണ്ഡം മനസ്സിൽ അല്ലാഹു നൽകിയത് നമ്മൾ സൂക്ഷിച്ചേ മതിയാവും.
അതോടുകൂടെ മനസ്സ് ഏറെക്കുറെ എല്ലാ വിഷയങ്ങൾക്കും പാകപ്പെടും. രണ്ടാമത്തെ കാര്യം റസൂലുള്ളാഹിയാണ് പഠിപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം എങ്ങനെ മനസ്സിനെ ശരിപ്പെടുത്താം എന്നുള്ളതിന് പല നിർദ്ദേശങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമുക്ക് ഇവിടെ വായിക്കാം. അല്ലാഹു നിനക്ക് എന്താണോ വീതിച്ചു നൽകിയത് അതിൽ നീ സംതൃപ്തിപ്പെടുക. പൂർണ്ണമായ സംതൃപ്തി. ആ ആശയത്തെ വ്യാഖ്യാനിക്കാൻ വേറെ വാക്കുകളില്ല. അതിന് മാത്രം സംതൃപ്തി. ഒരാൾക്ക് എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായും സംതൃപ്തി ഉള്ള ഒരു മനസ്സുണ്ടെങ്കിൽ പിന്നെ ഒരു തരത്തിലുള്ള വേവലാതികൾക്കും അയാളെ വേട്ടയാടാൻ സാധിക്കുകയില്ല. ആ സംതൃപ്തിയാണ് ഒരു മുസ്ലിമിന് ഉണ്ടാവേണ്ടത്. അത് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരേ ഒരു സോഴ്സ് ഈമാൻ മാത്രമാണ്. ഈമാൻ കൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സിനെ ഈ പറഞ്ഞ പരിഭവങ്ങളില്ലാത്ത, വിലാപമില്ലാത്ത, സങ്കടം പറയാത്ത, സംതൃപ്തമായ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോഴ് അല്ലാഹു നിശ്ചയിച്ചതാകുന്നു എന്ന ബോധ്യം മനസ്സിൽ ഉറപ്പിക്കുകയും എനിക്ക് ഇത്രയൊക്കെ അല്ലാഹു വീതിച്ചിട്ടുള്ളൂ എന്ന് സംതൃപ്തിപ്പെടുകയും ചെയ്താൽ മനസ്സിന്റെ ബാലൻസിങ്, സന്തുലിതാവസ്ഥ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. മൂന്നാമതൊരു മനഃശാസ്ത്രപരമായ ഇടപെടൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നത് സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോടാണ്. അദ്ദേഹം ഒരു കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ പറഞ്ഞ സംഭവമാണ്. അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ യഹ്ഫദില്ലാഹ യഹ്ഫദക എന്ന് തുടങ്ങുന്ന ഉപദേശം. എങ്ങനെയാണ് അതൊരു മനഃശാസ്ത്രപരമായ സമീപനമായി നബി കാണുന്നത്? അദ്ദേഹം പറയുന്നത്, മകനെ, അല്ലാഹുവിനെ നീ സൂക്ഷിക്കുക, എങ്കിൽ അല്ലാഹു നിന്നെയും സംരക്ഷിക്കും. അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ നീ പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ അല്ലാഹു നിന്റെ മുമ്പിൽ ഉണ്ടാകും. നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അല്ലാഹുവിനോട് മാത്രം ചോദിക്കുക. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അതും അല്ലാഹുവിനോട് ചോദിക്കുക. പിന്നീട് പറയുന്നു, ഓർക്കണം, ലോകത്തുള്ള എല്ലാ ആളുകളും കൂടി നിനക്കൊരു നന്മ ചെയ്യണം എന്ന് വിചാരിച്ചാൽ അല്ലാഹു നിശ്ചയിച്ച രൂപത്തിൽ മാത്രമേ നിനക്ക് വേണ്ടി എന്തെങ്കിലും പുണ്യം അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ലോകത്തുള്ള എല്ലാവരും സംഘടിച്ചുകൊണ്ട് നിന്നെ ഒന്ന് പ്രയാസപ്പെടുത്തണം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതും നടക്കുകയില്ല. അല്ലാഹു വിധിച്ച, നിശ്ചയിച്ച മാർഗത്തിലൂടെ മാത്രമേ അതും സംഭവിക്കൂ. അപ്പൊ ഇത് മാറ്റമില്ലാത്ത, ഭേദഗതിയില്ലാത്ത ഒരു സങ്കല്പമാണ്, നിശ്ചയമാണ്. അതിനെ ആർക്കും മറികടക്കാൻ സാധിക്കുകയില്ല എന്ന ഒരു ബോധം ഒരു മുസ്ലിം എന്ന നിലക്ക് ഈമാനിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. ഈ മൂന്ന് കാര്യങ്ങൾ ഒരു പ്രാഥമികമായി നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ മനസ്സിനെ ബാധിക്കുന്ന എല്ലാ വ്യാധികളിൽ നിന്നും നമുക്ക് മോചിതരാകാം എന്ന് മാത്രമല്ല, ഈ ഒരു മനസ്സുകൊണ്ട് ഏത് ലോകത്തേക്കും ഏത് പ്രതിസന്ധിയിലേക്കും തട്ടി തകർന്നു പോവാതെ മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. നമ്മുടെ മനസ്സാണ് എല്ലാം. നാം, ഞാൻ, ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സുകൊണ്ട് നാം നേടിയിരിക്കുന്ന ഉന്നതികളും ഉയർച്ചയും മാത്രമാണ്. അത് കേടുവരാതെ പുറംലോകത്തുള്ള ഒരു സംഭവങ്ങളും മനസ്സിനെ പരിക്കേൽപ്പിക്കാതെ പവിത്രമായി കൊണ്ടു നടക്കാനും പരിരക്ഷിക്കുവാനും നമ്മുടെ ഈമാൻ ഉപയോഗപ്പെടുത്തുക. അതിനനുസരിച്ച് മനസ്സ് എവിടെയെല്ലാം തളരുന്നുണ്ടോ അവിടെയെല്ലാം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈമാനിനെ ഏൽപ്പിക്കുകയും ചെയ്യുക. എങ്കിൽ നമുക്ക് വിജയിക്കാം, പ്രയാസമില്ലാതെ ജീവിക്കാം. അതിനേക്കാളേറെ സന്തോഷകരമായ ഒരു ജീവിതം നമുക്ക് നാളെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. അല്ലാഹു നമ്മയെല്ലാം അതിന് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ.
നുസല്ലി വനുസല്ലിമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. തഖ്വല്ലാഹ ഇബാദത്ത്. മനസ്സിനെ ഉറപ്പിച്ചു നിർത്താനുള്ള മറ്റൊരു പ്രതിവിധി കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിക്കുന്നു. ഒരു ഹദീസ് നമുക്ക് കേൾക്കാം. ലാ യകുൻ അഹദുക്കും ഇമ്മഅ. നിങ്ങളിൽ ആരും ആളുകൾക്കൊപ്പം കൂടി നിൽക്കുന്നവരാവാൻ പാടില്ല. എന്താകുന്നു ആളുകൾക്കൊപ്പം കൂടുക എന്ന് പറഞ്ഞാൽ? അനമഅന്നാസ്, ഞാൻ ജനങ്ങൾക്കൊപ്പമാണ്. ജനങ്ങൾ എന്താണോ പറയുന്നത് അതുപോലെ ഞാനും ചെയ്യും. എനിക്ക് എന്റേതായ പ്രത്യേകമായ താല്പര്യങ്ങളൊന്നുമില്ല എന്ന ഒരു അഴകുഴമ്പൻ നിലപാട് ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ജനങ്ങൾക്കൊപ്പം എന്ന സങ്കല്പത്തിൽ ജീവിച്ചാൽ എന്തുണ്ടാകും? ഇൻ അഹ്സന നാസു അഹ്സൻ. ജനങ്ങൾ നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ ഞാനും നന്മ ചെയ്യും. അവര് മോശം ചെയ്യുകയാണെങ്കിലോ ഞാനും മോശം ചെയ്യും. അതിനെതിരിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ പൂർണ്ണമായും ജനങ്ങൾക്കൊപ്പം എന്ന നിലപാട് ചിലപ്പോൾ നന്നായിരിക്കാം, പക്ഷേ അത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. പിന്നെ എന്തു വേണം? നിങ്ങൾക്ക് നിങ്ങളുടേതായ നിശ്ചയദാർഢ്യം ഉണ്ടാവേണ്ടത്. ഇളകിപ്പോവാത്ത, ഒരാൾക്കും പറിച്ചെടുക്കാൻ പറ്റാത്ത, വളരെ ഉറപ്പുള്ള ഒരു നിശ്ചയം. എന്താണെന്നോ ആ തൗത്തീൻ? ജനങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും നന്മ ചെയ്യാം. അത് എതിർക്കപ്പെടേണ്ട കാര്യമാണ്. മറുഭാഗത്ത് ജനങ്ങൾ തിന്മ ചെയ്യുകയാണെങ്കിലോ ആ തിന്മ നിങ്ങൾ അവരുമായിട്ട് സഹകരിക്കാൻ പാടില്ല. തിന്മയിൽ നിന്ന് സ്വയം വിട്ടു നിൽക്കണം, അവരെ തിരുത്തുകയും വേണം. ഇങ്ങനെ സ്വയം വിട്ടു നിൽക്കാനും തിന്മ ചെയ്യുന്നവരെ ആവുന്നത്ര തിരുത്തുവാനുമുള്ള ഒരു ഇച്ഛാശക്തി ഈമാൻ എന്ന നിലക്ക് നിങ്ങൾക്ക് വേണം. ഇത് നമുക്ക് ബുദ്ധിപരമായി മെനഞ്ഞെടുക്കാവുന്ന ഒരു ആസൂത്രണം എന്നതിനേക്കാളേറെ മനസ്സിൽ തീരുമാനിക്കേണ്ട ഒരു നിയ്യത്താണ്. എനിക്ക് എങ്ങനെ എന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. കുടുംബമുണ്ട്, മക്കളുണ്ട്, മറ്റു ബന്ധുക്കളുണ്ട്, സമൂഹമുണ്ട്, സഹപ്രവർത്തകരുണ്ട്, സഹപാഠികളുണ്ട്. ഇവർക്കെല്ലാം ഇടയിൽ ഞാൻ ആരാകുന്നു എന്ന ഒരു ദൃഢമായ തീരുമാനം ഒരു മുസ്ലിമിന് ആവശ്യമാണ്. ആ തീരുമാനം ഒരുപക്ഷെ പരിസരം അംഗീകരിക്കണമെന്നില്ല, അത് പ്രതീക്ഷിക്കുകയും വേണ്ടതില്ല. എന്നാൽ പോലും കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ സമീപനത്തിന് അംഗീകാരം വരും. അയാൾ സ്വീകരിച്ചതാണ് ശരി, അയാളുടേതാണ് ന്യായം, അയാളെപ്പോലെയാണ് ചിന്തിക്കേണ്ടത് എന്ന ഒരു അംഗീകാരം അപൂർവമായെങ്കിലും ആരെങ്കിലും അടക്കം പറയും. അത്തരത്തിൽ സ്വന്തത്തെ ഈമാൻ കൊണ്ടും പുണ്യം കൊണ്ടും ശാക്തീകരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ മനസ്സിനെ ചികിത്സിക്കുവാനുള്ള നാലാമത്തെ കാര്യമായി ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ രൂപത്തിൽ മനസ്സും ചിന്തയുമായി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാകും? ജീവിതത്തിൽ കുറച്ചൊക്കെ ആശ്വാസം ഉണ്ടാകും. ഇന്ന് നമ്മൾ എണ്ണിപ്പറയുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടായിരിക്കെ തന്നെ അതിനപ്പുറത്ത് പ്രസന്നമായ ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ജീവിതത്തിൽ പുഞ്ചിരിച്ചാൽ, പുഞ്ചിരി നിൽക്കുന്നത്, മുഖം പ്രസന്നമാവുന്നത് മനസ്സ് അങ്ങനെയൊക്കെ ആകുമ്പോൾ മാത്രമേ സാധിക്കൂ. ഫോട്ടോക്ക് നമ്മൾ പോസ് ചെയ്യുമ്പോൾ ഫോട്ടോഗ്രാഫർ പറയാറുണ്ട്, ഒന്ന് പുഞ്ചിരിക്കൂ. അല്പം പുഞ്ചിരിച്ചാൽ എന്തുണ്ടാകും? ആ ഫോട്ടോഗ്രാഫ് എന്നെന്നും പുഞ്ചിരിച്ച് സുന്ദരമായി ചുമരിൽ പോകും. 5 സെക്കൻഡുള്ള പുഞ്ചിരി നമ്മുടെ ഫോട്ടോയെ സുന്ദരമാക്കുമെങ്കിൽ കാലാകാലവും മനസ്സിൽ പുഞ്ചിരി ഉണ്ടെങ്കിൽ ഉറപ്പാണ് ജീവിതം സന്തോഷകരമായി തീരും,
ആനന്ദിക്കാൻ സാധിക്കും. ആ പുഞ്ചിരി ഇവിടം കൊണ്ട് മാത്രം തീരുകയില്ല, പരലോകത്തേക്കും എത്തി നിൽക്കും. അതിന് തുടക്കം കുറിക്കേണ്ടത് മറ്റാരുമല്ല, നാം തന്നെയാണ്. നമ്മുടെ ടീച്ചേഴ്സും അധ്യാപകന്മാരും നാട്ടിലെ മഹലിലെ ഉസ്താദന്മാരും മൗലവിമാരും അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് സഹകാരികൾ നമുക്കുണ്ടെങ്കിലും ഈ പറഞ്ഞ വിധാനത്തിൽ ചിന്തിക്കുവാനും ആലോചിക്കുവാനും അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളെ തന്നെയാണ്. നാം സ്വയം മാറാൻ തയ്യാറില്ലാത്ത കാലത്തോളം ഒരുവിധ മാറ്റവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന അന്തിമമായ തീരുമാനമാണ് ഈ പശ്ചാത്തലം വിവരിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യുന്നത്. അതുകൊണ്ട് മാറ്റത്തിന് തയ്യാറായേ മതിയാവും. ചുറ്റുപാടുകളെ, പരിസരങ്ങളെ, നാം ജീവിക്കുന്ന ലോകത്ത്, കുടുംബത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങളിൽ മാറ്റം വേണോ അവിടെയൊക്കെ നല്ല ഒരു ചാലക ശക്തിയായി ഈമാനിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാഹു നമ്മുടെ ചിന്തയിലും മനസ്സിലും ബുദ്ധിയിലും വികാരങ്ങളിലുമൊക്കെ ഈമാൻ കൊണ്ട് നമ്മെ ശക്തിപ്പെടുത്തുകയും ഭക്തി കൊണ്ട് നമ്മെ പവിത്രമാക്കുകയും അമലുകൾ കൊണ്ട് നമ്മെ കൂടുതൽ സുന്ദരമായ ജീവിതം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നന്മ ധാരാളമായി ചെയ്യുന്ന എല്ലാ പുണ്യങ്ങളും ജീവിതത്തിൽ സമ്പാദിക്കാൻ കഴിയുന്ന രൂപത്തിൽ അമലുകൾ ചെയ്യുവാൻ അല്ലാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ അല്ലാഹു റഹ്മത്ത് നൽകി അവരുടെ ബർസഖി ജീവിതം പ്രകാശമാനമാണ്. ഇന്നലെ അന്തരിച്ച മുഹമ്മദ് ജമാൽ സാഹിബ് അനാഥകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു പുരുഷായുസ് മുഴുവനും നീക്കിവെച്ച വ്യക്തിത്വമായിരുന്നു. അല്ലാഹു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ ബർസഖി ജീവിതത്തിൽ എല്ലാ ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സുഹൃത്തുക്കൾക്ക്, ചികിത്സയിൽ കഴിയുന്ന നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب